കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനുമിസ് ആണ്. ഓക്കെ മക്കളെ, എല്ലാവരും നിങ്ങളെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ നമ്മുടെ എക്സാമിന് അത്രയും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പൊ ദാ നമ്മുടെ മൾട്ടിപ്പിൾസ് ആൻഡ് ഫാക്ടേഴ്സിനകത്ത് നിങ്ങൾ ഏറ്റവും അധികം പഠിക്കേണ്ടത് ഫാക്ടേഴ്സിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രൈം നമ്പർ എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ബോർഡിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പൊ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. ചുവടെയുള്ള സംഖ്യകൾ ഓരോന്നിനെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി പിരിച്ചെഴുതാമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നമ്പേഴ്സ് ചൂസ് ചെയ്യുക, അതിനെ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ പിരിച്ചെഴുതിക്കൊണ്ടേയിരിക്കണം. സോ അത് സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്പർ 24 ആണ്, 24. സോ 24 ഞാൻ എടുത്തു കേട്ടോ. 24 ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. 24 ഞാൻ 2 into 12 എന്ന് എഴുതി. ഈ 12 ഞാൻ വീണ്ടും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. 12 ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്താക്കിട്ട് എഴുതി? 2 into 6 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 6 ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 into 3 എന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ പ്രൈം നമ്പേഴ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. സോ ഇതിൽ പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 2, 2, 2, 3. സോ ഇവരെ മാത്രം നോക്കുക. പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സിനെ ഞാൻ എടുത്തു 2, 2, 2, 3. അപ്പൊ നമുക്ക് 24 കിട്ടണമെങ്കിൽ ഈ പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 2 into 2 into 2 into 3 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആരെ കിട്ടും? 24, 24 എന്നുള്ള നമ്പർ കിട്ടും. അപ്പൊ 24 പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തി? മാറ്റി എഴുതിയിട്ടുണ്ട്. അടുത്ത നമ്പർ, നെക്സ്റ്റ് ഒരു നമ്പർ ഉണ്ട്. ആരാണത്? 35, 35. 35 ഭയങ്കര സിമ്പിൾ ആണ്. 35 ഞാൻ ചൂസ് ചെയ്തു. 35 എനിക്ക് രണ്ട് അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? പറ്റും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. 5 into 7 എന്നായിട്ട് എഴുതാം. 5 into 7. എടാ ഇതില് 5ഉം അതേപോലെ തന്നെ 7ഉം ആരാണ്? പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്ക് എളുപ്പത്തിൽ പറയാം 5 into 7 is equal to 35. കാരണം അത് സിമ്പിൾ ആയിട്ട് നമ്മൾ പ്രൈം നമ്പേഴ്സിനെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്പർ, അടുത്തൊരു നമ്പർ നിങ്ങൾ ചൂസ് ചെയ്ത് നോക്കിക്കോളൂ. 36, 36. ഈ 36നെയും ഞാൻ എന്ത് ചെയ്യാണ്? യെസ്, അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പൊ 36നെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം അല്ലെ. 2 into 18 എന്ന് എഴുതാം. ഈ 2 into 18, ഈ 18 ഞാൻ ഒന്നുകൂടെ സ്പ്ലിറ്റ് ആക്കാൻ പോവാണ്. 18 ഞാൻ എങ്ങനെ എഴുതി? 2 into 9 എന്ന് എഴുതി. അതിൽ 9നെ ഞാൻ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെ? 3 into 3 എന്ന് എഴുതാം. കണ്ടോ, ഇവിടെ വരെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ തന്നെ ആരെ കിട്ടി? യെസ്, നമ്മളുടെ പ്രൈം നമ്പേഴ്സിനെ കിട്ടി. പ്രൈം നമ്പേഴ്സ് ആരാണ്? 2, 2, 3, 3. അപ്പൊ ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്തൊക്കെ പ്രൈം നമ്പേഴ്സിനെ മാത്രം ചൂസ് ചെയ്യുക. 2, 2, 3, 3. അപ്പൊ നമുക്ക് 36 എന്നുള്ള നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 into 2 into 3 into 3 ചെയ്താൽ നമുക്ക് 36നെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത നമ്പർ 60, അതേപോലെ തന്നെ 100. ഈ രണ്ട് നമ്പേഴ്സിനെയും നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക? ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ? നിങ്ങൾ ആരൊക്കെ കമന്റ് ബോക്സ് ആൻസർ പറഞ്ഞു എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും? ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസുകളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും. എവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാമിന്റെ കണ്ടന്റുകൾ പഠിക്കാം? എവിടെ നിന്ന് ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കും? യെസ്, ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പൊ നമ്മളുടെ വജ്ര ബാച്ചിന്റെ എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആരെങ്കിലും നമ്മളെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. മറക്കണ്ട, ഫ്രണ്ട്സിനോടൊക്കെ അറിയിച്ചു കൊടുക്കുക. അടിപൊളിയായിട്ട് ഒരു വർഷത്തേക്ക് ഇത്രയും ചെറിയ പൈസയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആനുവൽ എക്സാമിനും കൂടെ എന്ത് ചെയ്യാം? പഠിക്കാം. ഇനി വരുന്ന വർഷം നിങ്ങൾക്ക് USS എക്സാം വരാൻ പോവാണ്. സോ USS എക്സാമിനും കൂടെ നിങ്ങൾ അടിപൊളിയായിട്ട് പാസ്സാവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോഴേ പഠിച്ച് നല്ല മാർക്കോട് കൂടെ പാസ്സാവണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി വജ്ര ബാച്ചിൽ വെച്ച് കാണണം. അതുവരെ ബൈ ബൈ, സീ യു, ടാറ്റാ.